കപ്പലിന് അഭയം നൽകാൻ തീരുമാനിച്ചതും കപ്പൽ അഭയം നൽകിയതും കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ വാർത്ത വരുന്നത് ഏറെ വൈകിയാണ് എന്നുള്ളത് മാത്രമാണ്. സത്യത്തിൽ വിശാഖപട്ടണത്ത് നടന്ന ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനിൽ നിന്നെത്തിയ 3 കപ്പലുകളിൽ ഒന്നാണ് ഐറിസ് ലവാൻ എന്ന് പറയുന്നത്. ഇതോടൊപ്പം ഉണ്ടായിരുന്ന ഐറിസ് ദേനയാണ് അമേരിക്കയുടെ അന്തർവാഹിനി ടോർപെഡോ അറ്റാക്കിൽ തകർന്നു പോയത്. ഈ കപ്പലിലുണ്ടായിരുന്ന ലവാനിലുണ്ടായിരുന്ന 183 പേർക്കാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ അഭയം നൽകിയിരിക്കുന്നത്. ഇത് നേവിയുടെ സദേൺ നേവൽ കമാൻഡിന്റെ കൊച്ചി യാർഡിലല്ല, നിലവിൽ ഡോക്യാർഡിലല്ല ഈ കപ്പൽ നിലവിൽ നങ്കൂരം ഇട്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അതെവിടെയാണ് എന്ന കാര്യം അറിയിച്ചിട്ടില്ല. 1-ാം തീയതിയാണ് കൂടിയാണ് കൊച്ചി തീരത്ത് കപ്പൽ അടുപ്പിക്കാനുള്ള പെർമിഷൻ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ 1-ാം തീയതി അവർക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ദേന ആക്രമിക്കപ്പെട്ട 4-ാം തീയതിയാണ് ലവാനും ഇന്ത്യൻ തീരത്തേക്ക് അല്ലെങ്കിൽ കൊച്ചിയുടെ തീരത്ത് അടുപ്പിക്കുന്നു എന്ന കാര്യം പറയുന്നത്. ഏകദേശം മുംബൈയോളം എത്തിയ കപ്പലായിരുന്നു ലവാൻ അടക്കമുള്ളത്. ലവാനോടൊപ്പം തന്നെ ബുഷാർ എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ കൂടി ഉണ്ടായിരുന്നു. ഈ കപ്പലാണ് നിലവിൽ കൊളംബോയിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇവർ അതിൻ്റെ ലവാനാണ് കൊച്ചി തീരത്തേക്കുള്ള പെർമിഷൻ ചോദിച്ചത്. ബുഷാർ ശ്രീലങ്കൻ തീരത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ലവാൻ 1-ാം തീയതി തന്നെ അടുപ്പിക്കാമെന്ന് പെർമിഷൻ കൊടുക്കുന്നു. 4-ാം തീയതിയോടുകൂടി അടുപ്പിക്കുന്നു. 4-ാം തീയതി തന്നെ ആ കപ്പലുണ്ടായിരുന്ന കപ്പലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ഇന്ത്യൻ നേവി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. വളരെ കോൺഫിഡൻഷ്യൽ ആയൊരു വിവരമായതുകൊണ്ടാണ് ഇതുവരെ ഇക്കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത്. അവസാന ഘട്ടത്തിൽ മാത്രമാണ് നിലവിൽ ഇറാൻ കപ്പൽ ഇന്ത്യൻ തീരത്തുണ്ട് എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. അവർ പൂർണ്ണ സംരക്ഷണയിലാണ് എന്നും കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും ഈ കപ്പലിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയ ഒരു കാര്യമായതുകൊണ്ടും രാജ്യസുരക്ഷയെയും അന്തർദേശീയ ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇവിടെ പരിശീലനത്തിനെത്തിയ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടപ്പോൾ 2 കപ്പലുകൾ ഐറിസ് ബുഷാറും ഐറിസ് ലവാനും സംരക്ഷണമായി തന്നെ സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നൊരു വിവരം കൂടിയാണ് നിലവിൽ പുറത്തു വരുന്നത്. അതായത് ദേന ആക്രമിക്കപ്പെട്ട അതേ ദിവസം തന്നെ മറ്റ് 2 കപ്പലുകളെയും പൂർണ്ണമായി സുരക്ഷിതമാക്കാൻ കഴിഞ്ഞു എന്നൊരു കാര്യമാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് നിലവിൽ.